അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ലൈനിങ് വെട്ടുന്നത്. അപ്പോൾ ഇത് ലൈനിങ് വെട്ടുന്നതാണ്. ഇനി ഫ്രഷ് തുണിയിൽ, നല്ല തുണിയിൽ, മുകളിലത്തെ വിത്ത് ബ്ലൗസിൻ്റെ തുണിയിൽ വെട്ടുന്നതാണ്. അപ്പം ഇത് കാണാത്തവരൊക്കെ ഒന്ന് കയറി മുകളിലോട്ട് ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാർട്ട് 1 ആയിട്ടിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ്. ലൈനിങ് വെട്ടുന്നതാണ് ഇത്. ലൈനിങ് വെട്ടിയതിന് ശേഷമാണ് നല്ല തുണിയിൽ മുകളിൽ വെളിയിൽ വരുന്ന ആ സാരിന്ന് മുറിക്കുന്ന സാരിയല്ല, അല്ലാതെ ഓണപരിപാടിയുടെ ബ്ലൗസാണ് ഈ പ്രിൻസസ് കട്ട് ബ്ലൗസ്. മുറിച്ച് വാങ്ങിച്ചതാണ് 1.5 മീറ്റർ വീതം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ ഇത് നേരത്തെ ഇട്ടിരുന്ന വീഡിയോയുടെ അതിനകത്തുനിന്ന് കുറച്ച് ഭാഗം എടുത്ത് ഇട്ടതാണ്. ഇനി നമുക്ക് മറ്റേ തുണി മുറിക്കുന്നതും കൂടെ കാണാം, എന്നിട്ട് സ്റ്റിച്ചിങ്ങും കാണിക്കാം. അപ്പം നമ്മുടെ തുണി ഈ ലൈനിങ് വെട്ടി അതേമാതിരി എടുത്ത് വെച്ച് നമുക്ക് ഫ്രഷ് തുണിയിൽ വെട്ടാം. അപ്പോൾ നമുക്ക് ഇതാണ് തുണി. നല്ല സെറ്റ് സാരിയുടെ ഒക്കെ ഉടുക്കാനൊക്കെ, നല്ല ഓണപരിപാടിക്കൊക്കെ ഉടുക്കാനുള്ള നല്ല ഒരു തുണിയാണിത്. ഇത് നല്ല ലൈനിങ്ങൊക്കെ ഇട്ട് കടും ചുവപ്പിൽ പ്രിൻസസ് കട്ട് ബ്ലൗസ് അടിപൊളിയാണ്. ഇതിന് നല്ല ഷേപ്പ് കിട്ടും, നല്ല ഒതുക്കവും കിട്ടും. ഇത് ലൈനിങ് കോട്ടൺ അല്ല, ഷിഫോൺ ആയതുകൊണ്ട് തന്നെ കോട്ടൺ ആണെങ്കിൽ ഇതായി പോവും. ഇതിൻ്റെ വക്കുഭാഗമാണ് നമ്മൾ മടക്കി ഇടേണ്ടത്. വക്കുഭാഗം വണ്ണം അനുസരിച്ച് ആ ലൈനിങ്ങിന് എത്ര വണ്ണം ഉണ്ടെന്ന് അത് മടക്കി ഇട്ടിട്ടുണ്ട്. ഇട്ടതിന് ശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ പീസ് എടുത്ത് ബാക്ക് പീസാണ് ആദ്യം വെട്ടേണ്ടത്. ബാക്ക് പീസിൻ്റെ മടക്കുഭാഗവും ഇതും കൂടെ രണ്ടും നല്ല തുണിയിലും ലൈനിങ്ങിൻ്റെ തുണിയിലുമായിട്ട് വെച്ചിട്ട് നമുക്ക് പിന്നു കുത്തിയിട്ട് വേണമെങ്കിൽ അടയാളം ചെയ്യാം, അല്ലാതെ അടയാളം ചെയ്യാം. ഇതിപ്പോൾ ഒഴുകി അങ്ങ് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല, അതുകൊണ്ട് ഞാൻ പിന്നു കുത്തിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും ഇതാക്കണ്ട. ഇത് കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കണം നമുക്കിനി. ബാക്കിയുള്ളത് ഇത് അധികം എടുക്കേണ്ടതുണ്ട്. അത് ഫ്രണ്ട് പീസിലാണ് അധികം എടുക്കേണ്ടത്. ശകലം ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് അധികം ഇട്ട് വെട്ടിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവസാനം തയ്ച്ച് ഒരു തുണിയാക്കുമല്ലോ ഈ രണ്ടും കൂടെ, അന്നേരം നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. ഞാനത് വെട്ടാൻ നേരത്ത് നിരങ്ങി പോകുന്നു ഈ തുണി. അപ്പം ഞാൻ പിൻ ചെയ്താൽ അവിടെ ഇരുന്നോളും, അടങ്ങി ഒതുങ്ങി ഈ തുണി അങ്ങ് ഇരുന്നോളും. ഇതാകുമ്പം ഇളകി പോകത്തില്ല. കോട്ടൺ ആകുമ്പം കുഴപ്പമില്ല, പിന്നു ചെയ്തില്ലേലും ഇതൊക്കെ. അങ്ങനെ ഞാനത് വെട്ടിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് പീസിൻ്റെ ബാക്ക് പീസായിരുന്നു ആദ്യം ഫ്രണ്ട് പീസിൻ്റെ ഇതെടുക്കുക. ഇത് പ്രിൻസസ് കട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ല. അതിൻ്റെ ഫ്രണ്ടിൻ്റെ കഴുത്ത് ഞാൻ വെട്ടിയിട്ടില്ല. കഴുത്തിൻ്റെ എല്ലാ പടിഭാഗം ഓപ്പൺ ചെയ്തിട്ടില്ല ഫ്രണ്ട്. കാരണം ഇത് തയ്ച്ചതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്താൽ മതി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാലോ. തയ്ച്ചതിന് ശേഷം നമ്മൾ പടി തയ്ക്കാൻ നേരം ഹൂക്ക് സ്റ്റാൻഡും വെക്കുമല്ലേ, അന്നേരം വെച്ചാൽ ഇത് നമുക്ക് ഓപ്പൺ ചെയ്താൽ മതി. തയ്ച്ചതെന്ന് പറഞ്ഞാൽ ഒരു തുണി ആക്കിയതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഭാഗവും തയ്ച്ചതിന് ശേഷം, പ്രിൻസസ് കട്ട് രണ്ടും തയ്ച്ചതിന് ശേഷം മാത്രം ഓപ്പൺ ആക്കിയാൽ മതി. ഇതേമാതിരി പിൻ ചെയ്തിട്ട് ഇങ്ങനെ വരച്ചിട്ട് വെട്ടിയെടുക്കുക. ഒരു ശകലം വേണമെങ്കിൽ അധികം ഇട്ടോ, 1/2 ഇഞ്ച് അധികം ഇട്ടോക്കാം. ഇട്ടില്ലേലും കുഴപ്പമില്ല. അതിനനുസരിച്ചാണ് നമ്മൾ ലൈനിങ് വെട്ടിയപ്പം അധികം എടുത്തിട്ടുള്ളത്. ഇങ്ങനെ അതേമാതിരി വെച്ച് വരച്ചങ്ങ് വെട്ടി പോവാം. ഇത് വരയൊന്നും റെഡി ആവത്തില്ല, കുഴപ്പമില്ല. നമ്മൾ വെട്ടുമ്പോൾ തയ്ക്കുമ്പോൾ എല്ലാം റെഡി ആയിക്കോളും. എന്താണെന്ന് വെച്ചാൽ ഈ തുണി ഇതായതുകൊണ്ട്, ഇതിൻ്റെ ചെറിയ പൂക്കളൊക്കെ ഇടയ്ക്കൊക്കെ വരുന്നത് കൊണ്ട് വരയൊന്നും റെഡിയായി വരത്തില്ല. അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല, കുഴപ്പമില്ല. ഞാനത് ഇങ്ങനെ വെട്ടിയെടുത്തുക. ഇങ്ങനെയാണ് ഇത് വെട്ടിയെടുക്കേണ്ടത്. ഇനി നമുക്കിതൊക്കെ മടക്കി വെച്ചതിന് ശേഷം ഇനി സ്ലീവ് വെട്ടാം, കൈ വെട്ടാം. കൈയും വക്കുഭാഗമാണ് വണ്ണത്തിലിടേണ്ടത്. വക്കുഭാഗം വണ്ണത്തിലിട്ടതിന് ശേഷം
നമുക്ക് കൈ എടുത്ത് വെച്ച് ഇതണ്ട ഇത് രണ്ടായിട്ട് ഒന്ന് നേരെ അങ്ങോട്ട് മടക്കിയിട്ട് ഒന്നും കൂടെ അങ്ങ് മടക്കുക, അങ്ങനെ എടുക്കുക, അല്ലാതെ എടുക്കുക. അതാ രണ്ടായിട്ട് വക്ക് ഭാഗം എടുത്തിട്ട് ഒന്നും കൂടെ മടക്കുമ്പോൾ ഇത് വണ്ണം 8.5 മതി. അതുകൊണ്ടാണ് ഇത് കിട്ടുന്ന 8.5. 10 ഉള്ളവർക്ക് കിട്ടത്തില്ല. ഓരോ കൈയായിട്ട് വെട്ടിയെടുക്കണം. ഞാൻ ഇങ്ങനെയൊക്കെ ഓരോ വിധത്തിൽ നോക്കണം. നമുക്ക് വണ്ണം ഏതെല്ലാം വിധത്തിൽ തുണി ലാഭം പിടിക്കാവോ അങ്ങനെയൊക്കെ നോക്കി വേണം തയ്ക്കാൻ. എന്നിട്ട് അത് ഞാൻ എടുത്തതിന് ശേഷം പിന്നെ തിരിച്ചിട്ട്, അപ്പോൾ മടക്ക് ഭാഗം വരുമ്പോൾ നമുക്കൊരു കുറച്ച് ഭാഗം അധികം വരും ഇവിടെ മടക്ക് ഭാഗം വരുമ്പോൾ. അങ്ങനെ തുണി ലാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കുകയൊക്കെ വേണമെങ്കിൽ എടുക്കാം. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്കത് വീതി നല്ലതുപോലെ കിട്ടും. ഉണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ സ്ലീവ് എടുത്ത് വെച്ചിട്ട് ഇതങ്ങ് വെട്ടാം. അങ്ങോട്ട് വരച്ചിട്ട് വെട്ടാം. എളുപ്പമാണ് ഈ പ്രിൻസസ് കട്ട് ബ്ലൗസ്. കാരണം കട്ടിങ് ഒന്നും തയ്ക്കണ്ട. കട്ടിക്ക് മൂന്നെണ്ണം വീതം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിനകത്തുണ്ട്. അതും വെട്ടി തീർന്ന് ഇനി നമുക്ക് തയ്ക്കുന്ന ജോലിയാണ്. ഇനി തയ്ക്കാൻ തുടങ്ങാം. ഇതിപ്പം വീഡിയോ എടുത്തപ്പം തിരിഞ്ഞു പോയതാണ് ഇതെനിക്ക് ഇങ്ങനെ ആയി കിട്ടിയത്. കാരണം ഞാൻ പിന്നാണ് ശ്രദ്ധിച്ചത്. ഇത് വീഡിയോ എടുത്തപ്പം ഇതിൻ്റെ പിന്നെ ഷോർട്സിൻ്റെ ഇതായിട്ടാണ് വന്നത്. അപ്പം എന്തോ ചെയ്യും. ആദ്യം നമുക്ക് കഴുത്തുമായിട്ട് ലൈനിങ്ങിൻ്റെ തുണിയും കഴുത്തുമായിട്ട് വെച്ച് നല്ല വശം ഒരു തുണിയാക്കണം. നല്ല അകത്ത് ഇത് നല്ല വശമാണ്. ഇത് ലൈനിങ്ങിൻ്റെ തുണി മുകളിൽ വന്ന് നമുക്ക് പിൻ ചെയ്തിട്ട് വെച്ചാൽ നല്ല കറക്റ്റായിരിക്കത്തോളൂ. പിന്നെ ഒരു തുണിയാക്കി എടുക്കാം. അങ്ങനെ ഒരു തുണിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡും അതേമാതിരി 2 സൈഡും തയ്ച്ചിട്ടുണ്ട്. കണ്ട. ഇനി നമുക്കിത് പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ഫ്രണ്ട്. ഇനി നമുക്ക് ഈ ഭാഗങ്ങൾ ലൈനിങ്ങുമായിട്ട് വെച്ച് തയ്ക്കണം. ഇത് ഒരു തുണിയാക്കണം. തിരിഞ്ഞു പോകരുത്. കൈക്കുഴിയും കഴുത്തുമായിട്ട് തിരിഞ്ഞു പോകരുത്. ഇതിൻ്റെ നോക്കിയതിന് ശേഷമേ ഇത് തയ്ക്കാവൂ. അത് നമ്മൾ നോച്ചിട്ടിട്ടുണ്ട് ഫ്രണ്ടിൽ. അതുകൊണ്ട് കൈക്കുഴി ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അല്ലാതെ കഴുത്തുമായിട്ട് മാറിപ്പോകും നോച്ചിട്ടില്ലെങ്കിൽ. അങ്ങനെ ഇതും കൂടെ ഒരു തുണിയാക്കാം. അത് തുണിയാക്കിയിട്ടുണ്ട്. ഇതും അതേമാതിരി ആക്കി. ഇനി ഇതിനകത്ത് കൂട്ടി യോജിപ്പിക്കാം. നമ്മുടെ ആദ്യം ഞാൻ തയ്ച്ചില്ലേ അതുമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നതാണ്ടേ ഇത്. ഇനി നമുക്ക് വലിച്ച് പിടിക്കുകയോ ചെയ്യരുത്. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഷോർട്സിൻ്റെ ഇതായതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. അപ്പം സാധാരണ ഞാൻ നല്ലോണക്ക് വെച്ചതാ. പക്ഷേ കിട്ടിയപ്പം വീഡിയോ വന്നപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. അങ്ങനെ സംഭവിക്കും. നമ്മൾ ഇത് ലെങ്തി വീഡിയോ ഇടുമ്പം ഷോർട്സിൻ്റെ വീഡിയോ ആയിട്ടൊക്കെ കിട്ടും. ഇപ്പം എന്തോ ചെയ്യും. ഇപ്പുറത്തെ സൈഡും അതേമാതിരി നമുക്ക് തയ്ച്ചിട്ടെടുക്കാം. തയ്ച്ചെടുത്തതിന് ശേഷം അത് പതിച്ചും കൂടെ തയ്ക്കണം. ഒരു 1/4 ഇഞ്ചല്ല, ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് വേണം തയ്ക്കാൻ. അതിനനുസരിച്ചാണ് നമ്മൾ വണ്ണം എടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് വണ്ണം അധികം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് തയ്ച്ചിട്ട് ഇനി പതിച്ച് തയ്ക്കണം. ഇവിടെ കയറി ഇറക്കം വരുമോ സാരമില്ല, നമുക്ക് വെട്ടിക്കളയാം. കാരണം അധികം എടുത്തേക്കുന്ന തുണിയാണ് ഇത് എടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. നമുക്ക് പതിച്ച് തയ്ച്ചതിന് ശേഷം ഇനിയിപ്പം കട്ട് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഫ്രണ്ട് ഓപ്പൺ ചെയ്ത് ഹൂക്ക് സ്റ്റാൻഡ് വെക്കാനുള്ള ഇനി അടുത്തത് ഓപ്പൺ ചെയ്ത് വലതുവശത്ത് ഹൂക്കും ഇടതുവശത്ത് ഹൂക്ക് സ്റ്റാൻഡുമാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇത് ഹൂക്ക് സ്റ്റാൻഡാണ്. ഇത് തയ്ക്കുന്നത് ചീത്ത വശത്തു നിന്ന് നല്ല വശത്തോട്ട് പോകണം. അത് തയ്ച്ചതിന് ശേഷം കാണിക്കാം. തയ്ച്ചിട്ടുണ്ട്. ഇതാണ്ട് ഞാൻ അടയാളം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഹൂക്ക് സ്റ്റാൻഡ് ഓരോ 5 ഹൂക്കാണ് വെക്കേണ്ടത്. ഏറ്റവും അടിയിൽ കറക്റ്റ് അളവിന് തയ്ക്കണം.
അല്ല, കറക്റ്റ് അളവിനല്ല, 1/2 ഇഞ്ച് വിട്ട് ഏറ്റവും അടിയിലും മുകളിൽ 1/2 ഇഞ്ച് വീതം വിട്ടതിന് ശേഷം തയ്ക്കണം. കാരണം അവിടുത്തെ തയ്യൽ തുമ്പ് പോയി കഴിയുമ്പോൾ അവിടെ അടിയിൽ ഹൂക്ക്, മുകളിലും ഹൂക്ക് റെഡിയാകണം, കറക്റ്റായിരിക്കും അന്നേരം. ഇനി ഹൂക്ക് വെക്കുന്നതാണ്. വേണ്ട, ഇത് വെച്ച് മടക്ക്, ഇതിപ്പം ഞാൻ ഫോൾഡ് എടുത്തേക്കുവാണ് മടക്ക്. ഉണ്ട്, ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് പതിച്ച് തയ്ച്ച് അകത്തോട്ട് വെച്ച് തയ്ക്കാം. അങ്ങനെ തയ്ച്ച് ഇനി അകത്തോട്ട് വെച്ച് മടക്കി തയ്ക്കാം. മടക്കിയും തയ്ച്ച് ഇത് വരാം. ഇനി അതേമാതിരി തന്നെ അടിഭാഗത്തെ പടിയും തയ്ക്കാം. ഈ ഹൂക്ക് സ്റ്റാൻഡ് വെക്കുന്നത് തന്നെ, ഹൂക്ക് വെക്കുന്ന ഇത് മാതിരി തന്നെ ഈ രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷം ഇങ്ങനെ വെച്ച് അധികം ഇട്ട് കൊടുക്കണം, 1/2 ഇഞ്ച്. കാരണം അവിടെ മടക്ക് വരും, അവിടെ ലാസ്റ്റാണ്, അതുകൊണ്ട് അവിടെ മടക്കി തയ്ച്ച് വരാം. എന്നിട്ട് പതിച്ച് തയ്ച്ചിട്ട് അകത്തോട്ട് വെച്ച് തയ്ക്കാം. ഇതേമാതിരി തന്നെ ഹൂക്ക് വെക്കുന്ന സ്റ്റാൻഡ് തയ്ക്കുന്ന കണക്ക് ഇപ്പുറത്തെ സൈഡും ഇതെല്ലാം തയ്ച്ചിട്ടുണ്ട്. അതേമാതിരി തയ്ച്ച് ഇവിടെ ഇതേമാതിരി തയ്ക്കാം. ഇനി നമുക്ക് ബാക്ക് പീസാണ് എടുക്കേണ്ടത്. ബാക്ക് പീസിന് 2 ഡാർട്ടൊക്കെ പിടിക്കണം. ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസ് ഇതേമാതിരി ഒരു തുണിയാക്കുക. ഇത് വെച്ച് ഒരു തുണിയാക്കിയതിന് ശേഷം വരാം. കൈക്കുഴിയുടെ അവിടെയും എല്ലാം കറക്റ്റായിട്ട് തയ്ച്ചിട്ട് വരാം. അങ്ങനെ അത് തയ്ച്ച് തീർന്ന് ഇനി ഡാർട്ടാണ് തയ്ക്കേണ്ടത്. നമ്മളൊരു 1/2 ഇഞ്ച് 3/4 ഇഞ്ചൊക്കെ അധികം ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഡാർട്ട് പിടിക്കുന്നതിന്. വേണ്ടേ, അങ്ങനെ മുകളിലോട്ടൊരു 4 ഇഞ്ചും അടിയിലൊരു 1/2 ഇഞ്ചും കൂടി ഇട്ട് ഡാർട്ട് തയ്ച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പടി നേരത്തെ മറ്റേ തയ്ച്ച കണക്ക് തന്നെ ഇതിൻ്റെ പടി അങ്ങോട്ട് തയ്ച്ചിട്ട് തിരിച്ചിട്ട് പതിച്ച് തയ്ക്കുക. അങ്ങനെ അതും തയ്ച്ച് തീർന്ന് ഇനി നമുക്ക് തോള് യോജിപ്പിക്കണം. ഫ്രണ്ടിലെ തോൾ ഇതും കൂടെ തോള് യോജിപ്പിക്കാം. മറ്റേത് സൈഡും ഇതേമാതിരി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ട് വെട്ടിയെടുക്കണം. നമ്മുടെ കൈ സ്ലീവ് തയ്ക്കുന്നതിന് മുന്നേ ഇവിടെയൊക്കെ കറക്റ്റായിട്ട് വെട്ടിയതിന് ശേഷം കൈക്കുഴികളൊക്കെ അധികം പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റാക്കി, അധികമൊക്കെ ഉണ്ടെങ്കിൽ അത് വെട്ടിക്കളഞ്ഞതിന് ശേഷമേ കൈ തയ്ക്കാവൂ, അല്ലെങ്കിൽ കയറി ഇറക്കം വരും. അതുകൊണ്ട് ഇവിടെ ഒരു ശകലം അധികം ഉണ്ട് ഫ്രണ്ടിൽ, അതങ്ങ് വെട്ടിക്കളയാം. മറ്റേ കൈ ഇതേമാതിരി നോക്കിയിട്ട് തയ്ക്കാം. ഇതും ഇത്രയും അധികം ഉണ്ട്, ഇതും അങ്ങ് വെട്ടിക്കളയാം. അതങ്ങ് വെട്ടിക്കളഞ്ഞ് ഇനി ഇതാ സ്ലീവാണ്. സ്ലീവിന് അതിനെ ഒരു തുണിയാക്കണം. അതിനു മുമ്പേ പിന്നെ നമ്മൾ അടിഭാഗം പിന്നെ ലൈനിങ്ങുമായിട്ട് താഴെ നമ്മുടെ ഹെമ്മിങ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ തയ്ക്കും. എവിടെ ഒരു തുണി ഇതിങ്ങനെ വെച്ച് തയ്ച്ചിട്ട് തിരിച്ചിട്ട് നമുക്ക് പതിച്ച് തയ്ക്കണം. അങ്ങനെ അത് തയ്ച്ച് ഇനി തിരിച്ചിട്ട് പതിച്ച് തയ്ച്ചിട്ട് വരാം. ഇങ്ങനെ തയ്ച്ചിട്ട് രണ്ടെണ്ണം കൂടെ ഒന്നിച്ച് മടക്കി വെച്ചതിന് ശേഷം അടിച്ച് തിരിച്ചിടുന്നതാണിത്. കണ്ടോ, ഒരു തുണിയാക്കണം. അങ്ങനെ ഒരു തുണിയാക്കി അധികം ഉള്ളതൊക്കെ ഇതേമാതിരി തുണിയാക്കി ഇട്ട് കറക്റ്റായിട്ട് വെട്ടിയൊക്കെ എടുക്കണം. അത് ആ നോച്ചിട്ട ഭാഗം ഫ്രണ്ടിൽ തന്നെ വരണം, ആ നോച്ച് ഭാഗം. ഇനി കൈക്കുഴിയായിട്ട് ഞാൻ കൂട്ടി യോജിപ്പിക്കുകയാണ്. സ്ലീവ് നമ്മുടെ ബ്ലൗസിൻ്റെ കൈക്കുഴി ഫ്രണ്ടിൽ തന്നെ അതിന് വന്നിട്ടുണ്ട്. ആ നോച്ചിട്ട ഭാഗം ഫ്രണ്ടിൽ തന്നെ വരണം. അത് എടുത്ത് വെച്ച് തയ്ക്കും ആദ്യം. ഇങ്ങനെ വെച്ച് കൈ എന്നിട്ടും അധികം വന്നിട്ടുണ്ട് ശകലം, കുഴപ്പമില്ല, നമുക്ക് തയ്ച്ച് തീരുമ്പോൾ അങ്ങ് വെട്ടിക്കളയാം.
കൈ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ആ അധികമുള്ള പീസുകളെല്ലാം വെട്ടിക്കളയണം. ഈ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് ആവശ്യാനുസരണം നമുക്ക് വണ്ണം കുറച്ച് കൊടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് മൊത്തത്തിൽ അടിക്കാം. ഒരു 3 തയ്യലിടണം. പിന്നെ 4 ഇഞ്ച് വീതിയിൽ. രണ്ട് കൈയും ഇതേമാതിരി ചെയ്യാം. അങ്ങനെ തയ്ച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഒരടി അടിച്ചിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളത് ഞാൻ പിന്നെ അടിക്കും. ഉണ്ട്. ഇനി നമുക്ക് പിന്നെ ഹെമ്മിങ് അല്ല പൈപ്പിങ് ചെയ്യാം. കഴുത്ത് തയ്ച്ചിട്ടുണ്ട്. ഇനി ക്രോസ് പീസ് എടുക്കാം. ക്രോസ് പീസ് ഒരു കൊമ്പ് ഉയർന്ന നിൽക്കുന്ന ഭാഗം ഒരുപാട് വീഡിയോയിൽ ഞാൻ ഇതേമാതിരി പറഞ്ഞു തന്നിട്ടുണ്ട്. താഴ്ന്നിരിക്കുകയും ചെയ്യും. താഴ്ന്നിരിക്കുന്നിടത്ത് ഇങ്ങനെ പൊങ്ങി വരുന്ന അങ്ങനെ 2 ഓപ്പോസിറ്റായിട്ട് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തതാ ഇതേമാതിരി. എന്നാലേ പൈപ്പിംഗ് റെഡി ആകത്തുള്ളൂ. ഇനി നമുക്ക് ബ്ലൗസിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് മൊത്തത്തിൽ 4 ഇഞ്ച് ഇടാവൂ തയ്യൽ തുമ്പ്. 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം അതിനെ ഒന്ന് മടക്കി വെച്ച് ചരിച്ച് വെട്ടി കൊടുക്കണം. അതിന് ശേഷം മടക്കി പതിച്ച് വയ്ക്കാം. അങ്ങനെ തയ്ച്ച് നീ ചരിച്ച് വെട്ടി കൊടുക്കുക. എന്നാലേ വളഞ്ഞ ഭാഗങ്ങൾ കഴുത്ത് റെഡി ആയിരിക്കത്തുള്ളൂ. അങ്ങനെ ചരിച്ച് വെട്ടി ഇനി അതിനെ മടക്കി വെച്ച് തയ്ക്കാം. മടക്കി വെച്ച് പതിച്ച് വെച്ച് കൊടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ട് ഒരു മടക്കും കൂടെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് തയ്ക്കാം. പതിച്ച് വെച്ച് ഈ വെക്കുന്ന ക്രോസ് പീസിനാണ് പതിച്ച് തയ്ക്കേണ്ടത്. അങ്ങനെ അത് തയ്ച്ച് ഇനി നമുക്ക് ഹെമ്മിങ് ചെയ്യണം. ഹൂക്ക് വെക്കണം. ഹൂക്ക് വെക്കാനും ഹെമ്മിങ് ചെയ്യാനുമാണ് എടുത്ത് വെച്ചേക്കുന്നത്. 5 ഹൂക്കാണ് വെക്കേണ്ടത്. അത് വെച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ ഹൂക്ക് വെച്ച് ഹെമ്മിങ് ചെയ്ത് ബ്ലൗസൊക്കെ അടിപൊളിയായി. പ്രിൻസസ് കട്ട് ബ്ലൗസ് റെഡിയായി. ഹെമ്മിങ് ചെയ്തിട്ടുണ്ട്. 3/4 കൈയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.